നിലപാട് സ്വീകരിക്കുന്നതിലും തീരുമാനങ്ങൾ എടുക്കുന്നതിലും നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് എന്നും പിന്നോട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. പല കാര്യങ്ങളും ശക്തമായ തീരുമാനം എടുക്കില്ല. അത് തീരുമാനം എടുക്കുമെങ്കിൽ പോലും അത് കേന്ദ്ര നേതൃത്വമായിട്ടും മറ്റും ആലോചിച്ച് വരുമ്പോഴത്തേക്കും സമയം കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടാവും. അതുപോലൊരു പക്ഷെ അങ്ങനെ ഒരു ഘട്ടത്തിൽ പോലും പലപ്പോഴും ശരിയായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, തെറ്റായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ സമീപകാലത്തായിട്ട് കോൺഗ്രസിൻ്റെ ഈ വന്നിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നിലപാടുകളും തീരുമാനങ്ങളും എടുക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും പ്രാവർത്തികമാകില്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഒരു അലിഗേഷൻ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയുടെ ഇതെന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ വോയിസ് ക്ലിപ്പ് ഒന്നിലധികം പുറത്തു വരുന്നു. പക്ഷേ അതിനെ പെട്ടെന്ന് തന്നെ പാർട്ടി ഒരു വളരെ സാധാരണ കോൺഗ്രസിൽ ഉണ്ടാകാത്തൊരു പ്രതിഭാസമാണ്. അധികം വൈകാതെ തന്നെ ഒരു തീരുമാനം എടുക്കുന്നു, രാഹുലിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. പക്ഷേ അന്ന് പറയുന്നത് പാർട്ടിയുടെ എല്ലാ പരിപാടികളിൽ നിന്നൊക്കെ ഏറെക്കുറെ രാഹുൽ വിട്ടു നിർത്തും എന്നുള്ള രീതിയിലായിരുന്നു പൊതുവെ കോൺഗ്രസിൽ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ അത് വളരെ കുറച്ച് നാൾ മാത്രമേ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനുശേഷം രാഹുൽ വീണ്ടും പാർട്ടിയിലേക്ക് സജീവമാകുന്നു എന്ന് പറയുമ്പോൾ ഈ താഴെത്തട്ടിലാണ് സജീവമാകുന്നത്. അതായത് പ്രാഥമിക ഒരു അടിസ്ഥാന പ്രാദേശിക തലത്തിൽ പുള്ളി പ്രവർത്തിക്കുന്നുണ്ട്. അതിന് മെയിൻ റീസൺ എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് തന്നെയുള്ള ഈ തീരുമാനം എടുത്തു എന്ന് പറയുന്നവർ തന്നെ മൗനാനുവാദം കൊടുത്താണ്. അപ്പോൾ വീണ്ടും രാഹുലിനെതിരെ ഗുരുതരമായ ഒരു ആരോപണം വരികയാണ്. അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചാരണം നയിക്കുന്നതന്നെ രാഹുൽ വി കെ ശ്രീകണ്ഠൻ എം പിക്കൊപ്പം സ്ഥലം MLA, പിന്നെ ഈ ബൂത്ത് തലത്തിൽ എല്ലാ തലത്തിലും അദ്ദേഹം ഇന്ന് കഴിഞ്ഞ ദിവസം വാർഡിൽ ഒരു UDF സ്ഥാനാർത്ഥിക്ക്, കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്നെ സംരക്ഷണം ഒരുക്കാൻ വേണ്ടി നിൽക്കുന്നു. ഈ പറഞ്ഞൊന്ന് നമുക്ക് അറിയാം, കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ വിവാദം, ആ വിവാദത്തിന്റെ തുടർച്ച തന്നെയാണ് ഇപ്പം വന്ന ഓഡിയോ ക്ലിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയത്. ഇത് ആദ്യത്തെ ഓഡിയോ ക്ലിപ്പ് ഇറങ്ങിയപ്പം ഇതെന്റെ എല്ലാം നിഷേധിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തയ്യാറായിട്ടില്ല. അദ്ദേഹം വീട്ടിനകത്ത് റൂം അടച്ചിരിക്കുമായിരുന്നു. വീട്ടിനകത്ത് പുറത്തിറങ്ങാൻ പറ്റാതെ ഇരിക്കുന്നത് ഒരാഴ്ച ഇരുന്നത് നമ്മൾ കണ്ടു. അന്ന് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്ക് തിരിച്ചു വരും, രാഹുൽ വീണ്ടും സജീവമാവുന്നു. അത് കോൺഗ്രസിന്റെ രാഷ്ട്രീയം കൃത്യമായി അറിയുന്നതുകൊണ്ട് തന്നെ പറയുകയാണ്. കോൺഗ്രസിനെല്ലാം നിലനിൽപ്പിന്റെ രാഷ്ട്രീയമാണ്. സ്വന്തം നേതാക്കളുടെ ഓരോ നേതാവും തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം, തൻ്റെ സ്ഥാനങ്ങൾക്ക് വേണ്ടി മാത്രം എവിടെ നിൽക്കണമെന്നും ആരെ സപ്പോർട്ട് ചെയ്യണമെന്ന് നോക്കിയിട്ടാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ കാണുന്നത്. രാഹുലിനെതിരെ നമ്മൾ നടപടി പെട്ടെന്ന് തന്നെ വന്നു എന്ന് പറഞ്ഞു. പെട്ടെന്നായിരുന്നില്ല. ആദ്യം അത് വന്നത് അന്ന് മുരളീധരനും ചെന്നിത്തലയും സതീശനുമായിരുന്നു ആ ഒരു നിലപാട് സ്വീകരിച്ചത്, രാഹുലിനെ തള്ളി പറഞ്ഞത് പരസ്യമായിട്ട്. അന്ന് ഒരുപാട് വനിതാ നേതാക്കൾ, കോൺഗ്രസ് വനിതാ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിൽ രംഗത്ത് വന്നു. അവർക്കെല്ലാം സൈബർ അധിക്ഷേപം നേരിടേണ്ടി വന്നു. നമുക്ക് ഈ ഉമാ തോമസ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കും അറിയാം. KC വേണുഗോപാലിന്റെ ഭാര്യ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു, തൊട്ട് പിന്നാലെ പിൻവലിക്കേണ്ടി വരുന്നു. അങ്ങനെ വലിയ ആരൊക്കെ എന്തൊക്കെ വിമർശനം വന്നു അവരൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ കോൺഗ്രസിന്റെ രണ്ടാം നിര, കോൺഗ്രസ് VD സതീശൻ സംഘവും എന്നും അഭിമാനത്തോടെ പറഞ്ഞിരുന്നു ഇങ്ങനെ ഒരു നിര എവിടെയുണ്ട്, രണ്ടാം നിര ഏത് മുന്നണിയിലുണ്ടെന്ന്. ആ രണ്ടാം നിരയാണ് കോൺഗ്രസിനെ കൊണ്ട് കളയുന്നതെന്നുള്ള യാതൊരു സംശയവുമില്ല. ഇപ്പൊ പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊക്കെ പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആശാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ വളർത്തിക്കൊണ്ടുവന്ന ഷാഫി പറമ്പിൽ തന്നെയാണ്. ഷാഫി വിഷയത്തിലൂടെ സ്വീകരിച്ച നിലപാട് നമുക്കറിയാം. ഇപ്പൊ ഇന്നലെ ഈ വിവാദമായ ക്ലിപ്പ് ഇന്നലെ വന്നതിന് ശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ മാധ്യമത്തിൽ പറഞ്ഞത് ഭീഷണിയൊന്നും വേണ്ട, നമ്മൾ സംസാരിക്കുമല്ലേ. അവരുടെ ആ ബോഡി ലാംഗ്വേജ് ഇപ്പോഴും ഒരു ഷുക്കൂർ വക്കീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടപ്പം അതിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഗോവിന്ദചാമി ജയിലിൽ ചാടിയിട്ട് തിരിച്ചു പോകുമ്പോൾ കൈപൊക്കി കാണിക്കുന്ന ആ ഒരു രീതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കാണുന്നത്. ആ കേസ് എന്താണെന്ന്, ആരോപണം എന്താണെന്നാണ് വരുന്നത്. ഇപ്പോഴും രാഹുലിനെ സപ്പോർട്ട് ചെയ്യണമല്ലോ മൊത്തത്തിൽ. ഈ കോൺഗ്രസിലെ UDF തന്നെ അണികൾ, അത് വനിതകൾ നേതാക്കളുണ്ട്, സാധാരണ പ്രവർത്തകരുണ്ട്, അവരെല്ലാം പറയുന്നത് രാഷ്ട്രീയം മാത്രമാണെന്നാണ്. ഇത് രാഷ്ട്രീയം മാത്രമാണെങ്കിൽ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു തൻ്റെ പേരിൽ ഒരു ഡിഫമേഷൻ കേസ് കൊടുത്തുകൂടാ? അല്ലെങ്കിൽ ഇതിന് നിയമപരം നേരിടുന്ന അദ്ദേഹം പറയുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം നേരിടുന്നത്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ 5ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ ക്രൈംബ്രാഞ്ചിൻ്റെ കയ്യിൽ വന്നപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്ത്, പക്ഷെ പരാതിയെല്ലാം കൊടുത്തത് മൂന്നാമത്തെ കക്ഷികളായിരുന്നു. ഈ ഇരയാക്കപ്പെട്ടവർ ആരും പരാതി കൊടുക്കാൻ വേണ്ടി തയ്യാറായില്ല. അതിന്റെ പേരിലാണ് നിൽക്കുന്നത്. ഇപ്പം അതാണ് കോൺഗ്രസ് നേതാക്കളും അല്ലെങ്കിൽ സൈബർ പോരാളികളും പിണറായിന്റെ പോലീസിന് കേസെടുക്കാൻ പറ്റില്ലെന്ന് ചോദിക്കുന്നത്. പക്ഷെ ആ കുട്ടികളുടെ ഇപ്പൊ ഈ പറഞ്ഞ ഇരയാക്കപ്പെട്ടവരുടെ അവസ്ഥ, അതിനെക്കുറിച്ച് ഒന്നും ഇവർ ചിന്തിക്കുന്നില്ല, അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഇപ്പൊ ഈ ചാറ്റ് നമ്മൾ കാണുന്നത്, ആ പുറത്തു വരുന്ന ചാറ്റ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആണെന്ന പേരിൽ വരുന്ന ചാറ്റ്, അത് അദ്ദേഹം നിഷേധിക്കാൻ വേണ്ടി പറ്റിയ വോയിസ് ക്ലിപ്പ് മറ്റേതാണെന്നൊന്നും പറയുന്നില്ല. ആകെ കൂടി ഒരു കേസിൽ മാത്രമാണ് അദ്ദേഹം ഒരു ട്രാൻസ്ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ മാത്രമാണ് അദ്ദേഹം തള്ളിപ്പറഞ്ഞു വന്നത്. ഈ വരുന്ന കേസിൽ അതിൽ ആദ്യം പറയുന്നത് ഗർഭിണിയാക്കാൻ വേണ്ടിയിട്ട് നിർബന്ധിക്കുന്നു, അതിനുശേഷം അബോർഷന് വേണ്ടി നിർബന്ധിക്കുന്ന ക്ലിപ്പ് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇത് എന്ത് തരം മാനസികാവസ്ഥയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു പോകുന്നത് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം എന്താണ് ഉദ്ദേശിക്കുന്നത് പറയാൻ വേണ്ടി പറ്റില്ല. രാഹുൽ മാങ്കൂട്ടത്തിലാണ് ക്ലിപ്പ് വരുന്നതെങ്കിൽ, പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല. അതിൽ ഹൂ കേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, ആദ്യം പറഞ്ഞത് ആ ഹൂ കേഴ്സ് പിന്നെ ഓടി ഒളിക്കേണ്ടി വന്നു.
പക്ഷെ ഒളിച്ചെടുക്കുന്നത് ഷാഫി പറമ്പിലിന് എന്നാ മറ്റേ വടകരയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ടിട്ട് പരിക്ക് പറ്റിയപ്പോഴാണ് രാഹുൽ ഷാഫിയുടെ അടുത്തേക്ക് പോകുന്നത്. പിന്നെ പാലക്കാട് എത്തിയിട്ട് മറുപടി പറയുന്നു പറഞ്ഞു, മാധ്യമങ്ങളോട് എല്ലാം തുറന്നു പറയുന്നു പറഞ്ഞു പാലക്കാട് ജനതയോട്. ഒന്നും ഉണ്ടായില്ല. ആദ്യം തന്നെ ലീഗായിരുന്നു, ലീഗിന്റെ ഒരു വേദിയിലേക്കായിരുന്നു ഷാൾ അണിയിച്ചിട്ട് രാഹുലിനെ കൊണ്ടുവരുന്നത്. ഘടകകക്ഷിയുടെ പിന്തുണ ലഭിച്ചു. പിന്നെ ഇപ്പം ആദ്യമൊക്കെ തള്ളിപ്പറഞ്ഞ നേതാക്കൾ, ഈ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വി ഡി സതീശൻ എന്നും രാഹുലിനെ തള്ളി പറഞ്ഞിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണെന്നില്ല യാതൊരു സംശയമില്ല. ഈ തള്ളി പറയാതിരിക്കാനുള്ള ഒരു നിർവാഹവും ഇല്ലാത്ത അവസ്ഥയിൽ ഈ പൊതുസമൂഹത്തിൽ എത്രയോ ഒരു എതിർപ്പ് വരുന്ന സമയത്താണ്. സതീശന്റെ കാര്യം നമ്മൾ പറയുമ്പോഴേ സതീശൻ ആദ്യഘട്ടം മുതൽ രാഹുലിനെ തള്ളി പറഞ്ഞ് മാറ്റി നിർത്തുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സതീശ് പൊതുസമൂഹത്തിൽ വരുന്ന തെളിവിനേക്കാൾ കൂടുതൽ ഒരുപക്ഷെ സതീശന്റെ കെട്ടിയിട്ടുണ്ടോ. സതീശൻ പറഞ്ഞിരുന്നല്ലോ പാർട്ടിയിലെ ബോധ്യം വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും നമ്മൾ സതീശന്റെ കാര്യം പറയുമ്പോഴും ലീഗ് പോലുള്ള പാർട്ടികൾ ഇതിനൊരു സ്പേസ് ഒരുക്കി കൊടുക്കുന്നുണ്ട്. അത് ഇരട്ടത്താപ്പാണെന്ന് മാത്രം പറയാം. ആശാസമരത്തിൽ നിന്ന് അവിടുന്ന് മാറുമ്പോൾ പോലും ഇവിടെ വരുമ്പോ മലബാറിലോട്ട് വരുമ്പോഴത്തേക്ക് ലീഗ് അവിടെ കൊണ്ടുവന്ന് ഷാൾ അണിയിച്ചു. തീർച്ചയായും അല്ല, ഈ പറഞ്ഞ വി ഡി സതീശന്റെ സ്റ്റാൻഡ്, വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവാണ്, നിയമസഭാ കക്ഷി നേതാവാണ്. ഈ KPCC പ്രസിഡന്റിനെ പോലെ തന്നെ കോൺഗ്രസിലെ പവറിലെ ഒരു വ്യക്തിയാണ് നിയമസഭാ കക്ഷി നേതാവ് വരുന്നത്. ഇപ്പൊ പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന വി ഡി സതീശൻ. വി ഡി സതീശന്റെ കൃത്യമായ നിലപാടുണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ വി കെ ശ്രീകണ്ഠൻ എംപിക്കൊപ്പം നടക്കാൻ വേണ്ടി പറ്റുമോ? പറ്റില്ല. ഇതിന്റെ അതൊരു വേറൊരു വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ഈ വിഷയത്തിൽ ഇന്നൊരു സ്ത്രീ വിഷയത്തിൽ സസ്പെൻഡ് ചെയ്തു, പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തും എന്ന് പറയുമ്പോഴത്തേക്ക് അത് താഴ്ത്തട്ടിലോട്ടുള്ള പ്രവർത്തകരിലേക്ക് അത് എത്തിക്കണം. അത് പാർട്ടി ഷെയറിട്ട് ചെയ്യണം. അകറ്റി മാറ്റി നിർത്തണം എന്ന് ഒരു ശക്തമായ സ്വരത്തിൽ KPCC പ്രസിഡന്റ് ആയാലും പറയണം, പ്രതിപക്ഷ നേതാവായാലും പറയണം. പക്ഷെ പറയുന്നില്ല. പൊടിയിടൽ മാത്രമാണ് അവരിപ്പോൾ ചോദിക്കുന്നത്. ഈ പിന്നെ മാധ്യമങ്ങൾക്കെതിരെയാണ് പറയുന്നത്, നിങ്ങൾ വിട്ട ക്ലിപ്പ് അല്ലെങ്കിൽ പിണറായിയുടെ പോലീസിനെതിരെയാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് സസ്പെൻഡ് ചെയ്തതെന്നുള്ള ഉത്തരം നേതൃത്വത്തോട് ചോദിച്ച് ജനങ്ങൾ അവരെ അണികൾക്ക് മനസ്സിലാക്കിക്കൂടെ? ഇപ്പൊ ഞാൻ പറയുന്നത് സതീശൻ പോയി കൃത്യമായ നിലപാട് സ്വീകരിച്ച് പുറത്താക്കി എന്ന് പറയുന്നു. പക്ഷെ അതിൽ ഒരു 100% പോയിട്ട് ഒരു 100% ആത്മാർത്ഥ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ആത്മാർത്ഥ ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ പ്രവർത്തകർക്കൊപ്പം നിൽക്കാൻ വേണ്ടി പറ്റുമോ? അദ്ദേഹം കോൺഗ്രസിനെ സസ്പെൻഡ് ചെയ്തു, ശരിയാണ്. ഒരു പിന്നെ ഉപതെരഞ്ഞെടുപ്പിനേക്ക് പാർട്ടി തയ്യാറാവുന്നില്ല, അല്ലെങ്കിൽ അതിനുള്ള സമയം ഇനി ഇല്ല എന്നുള്ളതുകൊണ്ട് MLA സ്ഥാനം രാജിവെപ്പിച്ചില്ല. എങ്കിൽ കൂടി അതിനെ മാറ്റി നിർത്തിക്കൂടെ? തങ്ങളുടെ വേദിയിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി തയ്യാറാവണ്ടേ? ഇപ്പം പാലക്കാട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പം കോൺഗ്രസിനെ നയിക്കുന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. തദ്ദേശ അതായത് നമ്മൾ ഇവിടെ സംസ്ഥാന നേതൃത്വം കീഴ്ത്തട്ടിലോട്ട് അത് പറയണം, ശക്തമായി പറയണം. ശക്തമായി പറയുന്നില്ല. അത് പറയാത്ത പ്രശ്നമല്ല. ഇതിപ്പോ ഇവര് പിന്നെ സസ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ ഒരു നടപടി സ്വീകരിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അത് പറയേണ്ട ആവശ്യമില്ല. അതിപ്പം ഈ പറയുമ്പോൾ തന്നെ ഈ സസ്പെൻഡ് ചെയ്തൊരു നേതാവ് അല്ലെങ്കിൽ ഒരു സ്ത്രീ വിഷയമായിട്ട് ഒരു പിന്നെ ലൈംഗിക ആരോട് ബന്ധപ്പെട്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട നേതാവിനെ കൂട്ടാൻ വേണ്ടി ബൂത്ത് കമ്മിറ്റി എന്താ കേരളത്തിലെ ബൂത്ത് കമ്മിറ്റിക്ക്, കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിക്ക് ഇത് അറിയായിട്ടാണോ അല്ലെങ്കിൽ അണികൾക്ക് ഇത് അറിയായിട്ടാണോ? അവർക്ക് ഇപ്പം എൻ്റെ സംശയം ഞാൻ പറയാം, കൃത്യമായി പറയാം, സംശയം തന്നെയാണ്. അവർക്ക് ലഭിച്ചിരുന്ന നിർദ്ദേശം വേറെയാണ്. രാഹുലിന്റെ ഫേസ്ബുക്കിന്റെ പോസ്റ്റിന് ലൈക്ക് കണ്ടിട്ടാണ് ഇപ്പോഴും സപ്പോർട്ട് തെളിയിക്കുന്നത്. അവർ ഇതിന് കോൺഗ്രസ് നേതൃത്വം ഒരു പൊടിയിടാൻ വേണ്ടി മാറ്റി നിർത്തുന്നു പറഞ്ഞു. കുറച്ചു കാലത്തേക്ക് മാറ്റി നിർത്തി. കുറച്ചു കാലം രാഹുൽ വീട്ടിൽ അടച്ചിരുന്നു, പുറത്തിറങ്ങി. ആദ്യം ലീഗിന്റെ വേദിയിലേക്ക് എത്തുന്നു, പിന്നെ കോൺഗ്രസിന്റെ വേദിയിൽ നിന്ന് ഒളിച്ചും പാത്തും പല ഉദ്ഘാടനങ്ങൾക്ക് വരുന്നു, സപ്പോർട്ട് ചെയ്യുന്നു, പിന്നെ കൗൺസിലർമാർ വരുന്നു. അവിടുന്ന് നേരെ പ്രത്യക്ഷമായിട്ട് തന്നെ കോൺഗ്രസിന്റെ വേദികളിലേക്ക് തന്നെ എത്തുവാണ്. ഈ പറഞ്ഞ പോലെ ഇന്നലെ ഒരു വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കാവലിരിക്കാൻ വേണ്ടി വി കെ ശ്രീകണ്ഠൻ എംപിക്കൊപ്പം ഇരിക്കുന്നത്, മുൻ DCC അധ്യക്ഷനാണ് അദ്ദേഹം. ആ ലെവലിലേക്ക് അവർ എത്തുന്നുണ്ടെങ്കിൽ അത് ഈ വി കെ ശ്രീകണ്ഠൻ നേതാവ് പദവി നമുക്കറിയാലോ, കോൺഗ്രസിലുള്ള സ്ഥാനം അറിയാലോ. ഈ പാർട്ടിയുടെ നിലപാട് ഇതാണെങ്കിൽ അദ്ദേഹത്തിന് ചെയ്യാൻ വേണ്ടി പറ്റുമോ? പറ്റില്ലല്ലോ. അപ്പോൾ പാർട്ടിയുടെ ഈ പ്രതിപക്ഷ നേതാവായാലും KPCC പ്രസിഡന്റ് ആയാലും ആരായാലും അവരെടുത്ത നിലപാട് ഇത് രാഹുൽ മാങ്കൂട്ടത്തിലപ്പോൾ നമ്മൾ നിന്നാൽ നമുക്ക് അതിൽ യാതൊരു നഷ്ടവും വരില്ലെന്നും അല്ലെങ്കിൽ നമ്മളെ ചോദ്യം ചെയ്യില്ലെന്നും ഇവർക്ക് ബോധ്യമുണ്ട്. ആ ധൈര്യം ഉള്ളോട് മാത്രമാണ് ഇവരിപ്പം കൂട്ടി കിടക്കുന്നത്. അതിൽ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇപ്പോഴാണ് സതീശനെ ക്ലിയർ ആയിട്ട് ഒന്നുകൂടി പറയണം, ഈ അദ്ദേഹത്തെ നമ്മൾ സസ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ മാറ്റി നിർത്തേണ്ട ഘട്ടമാണെന്ന്. അവർക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇപ്പം പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോയിട്ട് വോട്ട് പിടിക്കാൻ പറ്റുന്നില്ലല്ലോ. ഈ നിലവിലെ സാഹചര്യത്തിൽ അതിനെ കൊണ്ട് വോട്ട് കൂടുതൽ കിട്ടുന്നു. അപ്പോൾ രാഹുലിന് വോട്ട് പിടിക്കുക എന്നുള്ളത് അല്ലെങ്കിൽ പാർട്ടിക്ക് വോട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതല്ല രാഹുലിന്റെ ഉദ്ദേശം. രാഹുൽ പോയ ഇമേജ് ഈ ഘട്ടത്തിൽ തിരിച്ചു നോക്കുന്നത്. കാരണം പുള്ളി ഒരു PR വർക്കായിട്ടാണ് ഇപ്പൊ നടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് തിരിച്ചു വരണമെങ്കിൽ ഇപ്പോഴേ തന്നെ ഇപ്പൊ നമ്മൾ പറയുന്നത് ആദ്യ അലിഗേഷൻ വരുമായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങളോട് പാലക്കാട് പോയി കാണുന്നു പറഞ്ഞു. ആദ്യം ഈ വിഷയത്തിൽ ഇങ്ങനെ അങ്ങോട്ട് സ്കിപ്പ് അടിച്ച് കളിക്കുന്ന സമയത്താണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണാൻ വരുന്നത്. ആ മാധ്യമങ്ങൾ ആദ്യം കാണുന്നത് ഷാഫി പറമ്പിൽ മൂക്കിന് പരിക്കേറ്റ് ആശുപത്രി കിടക്കുമാണ്. അന്ന് അവിടെ ഈ ചോദ്യം വരില്ലെന്ന് വ്യക്തമായ ധാരണയുണ്ട്. അദ്ദേഹം പിന്നെ പോലീസിനെതിരെയും CPM പ്രവർത്തകർക്കെതിരെയും പിന്നെ ശബരിമല വിഷയമൊക്കെ പറഞ്ഞ് ആ രോഷം കൊണ്ട് അങ്ങ് പോയി. അവിടെ സ്കിപ്പ് അടിച്ച് പോയപ്പം ഈ വിഷയം മാധ്യമങ്ങളുടെ ചോദ്യത്തിൽ നിന്ന് പ്രത്യക്ഷമായി പിന്നെ വിട്ടുപോയി. അതിനുശേഷം ഈ ചോദ്യങ്ങൾ വരുമ്പോഴെല്ലാം അതിനെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത രീതിയിലേക്ക് സംസാരിച്ചിട്ട് ഒരു ശൈലി ഇപ്പം പിന്നെ ഒരു കോൺഗ്രസിലെ യുവനേതാക്കൾക്കിടയിൽ കണ്ടിരുന്ന ശൈലി പിടിക്കുകയാണ്. വിഷയത്തിൽ നിന്ന് മാറുക, അങ്ങോട്ട് മാധ്യമങ്ങളുടെ ചോദ്യം ചോദിക്കുന്ന മാധ്യമപ്രവർത്തകന്റെ സ്ഥാപനത്തെ നോക്കിയിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ടോൺ നോക്കിയിട്ടോ അങ്ങ് കൗണ്ടർ ചെയ്തിട്ട് അങ്ങ് സ്കിപ്പ് അടിച്ച് പോകുന്നില്ലാണ്.
അങ്ങനെ പോയി ഈ വിഷയം നോർമലായിട്ട് വീണ്ടും പഴയ പോലെ സജീവമായി എന്ന് വരുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും ക്ലിപ്പ് ഇറങ്ങുന്നത്, ഈ പിന്നെ ഓഡിയോ ക്ലിപ്പ് വരുന്നത്. അപ്പോൾ അത് വീണ്ടും ഒരു ഇതായി ആ പ്രതിരോധത്തിലാവാണ്ടിരിക്കാൻ വേണ്ടി അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുവാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ കേസ് പിന്നെ പിണറായിയുടെ പോലീസല്ലേ, പിണറായിയുടെ പോലീസ് കേസ് എടുത്തോടെ വെച്ചിട്ട് അവർ സ്കിപ്പ് അടിച്ച് വിടുവാണ്. ഇതിൽ ഈ പറഞ്ഞ എനിക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ ഈ പറഞ്ഞ ഒരു നേതൃത്വത്തിൽ നിലപാടിനെ കുറിച്ച് പറയാം. നിലപാടും കോൺഗ്രസ് നേതൃത്വവും ഇപ്പോഴത്തെ അവസ്ഥയെ പറയുമ്പോൾ അത് രണ്ടും രണ്ട് ധ്രുവത്തിലേക്കാണെന്ന് എനിക്ക് തോന്നുന്നത്. കൃത്യമായിട്ട് അതിലൊരു ഇത് വരുന്നില്ല. അവർ കൃത്യമായി അവരെന്ത് സന്ദേശമാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് നടപടി കൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അറിയില്ല. അന്ന് പറയുമ്പോൾ പുറത്താക്കിയല്ലോ, അന്ന് ഇവർ പറഞ്ഞു ആരോപണം വന്നപ്പോൾ നമ്മൾ പുറത്താക്കി. ഇങ്ങനെ ആരോപണം വന്നിട്ട് പുറത്താക്കി എത്ര പേരുണ്ട് CPM എത്ര പേരുണ്ട് BJP നിൽക്കുന്നത്? ആരോപണം വന്നതേ ഉള്ളൂ. പക്ഷേ VD സച്ചിൻ എന്ന് പറഞ്ഞ കൃത്യമായ പാർട്ടിക്ക് തെളിവുകൾ പാർട്ടിക്ക് ബോധ്യം വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നടപടി സ്വീകരിച്ചതെന്ന് പറഞ്ഞു. ആ ബോധ്യം ഇപ്പോൾ ഇല്ലാണ്ടായോ? ഇപ്പം വീണ്ടും തെളിവ് വരുമ്പോൾ ആ ബോധ്യം ഇല്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം കൂട്ടി കിടക്കുന്നത്. ഇപ്പം പിന്നെ വേറെ കഥ പറയാം, വേറെ കഥയല്ല, സോഷ്യൽ മീഡിയയിൽ കിടക്കുന്നത് ഇത് അന്ന് സമയത്ത് പിന്നെ VD സതീശന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാവണം, അതിനുവേണ്ടി ഇമേജ് സംരക്ഷിക്കണം, അതിനുവേണ്ടി രാഹുൽ നടപടി എടുത്ത് പറഞ്ഞു. KC വേണുഗോപാൽ വീണ്ടും കേരളത്തിലേക്ക് തിരിച്ചു വരുമെന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പം എനിക്ക് കിട്ടുന്നില്ല, പിന്നെ ആർക്കും കിട്ടണ്ട, രാഹുലങ്ങളൊക്കെ ഒട്ടേക്കാൻ കരുതി എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ കഥ കിടക്കുകയാണ്. അത് വേറെ തലത്തിലാണ് വരുന്നത്. അല്ല, ഇത് ഇങ്ങനെ പറഞ്ഞ് സംശയിച്ചു കോൺഫറൻസിൽ പേര് വരുമ്പം അതിന് തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെങ്കിൽ നിലപാടിൽ ഒരു മലക്കം പറയുന്നത് അറിയേണ്ടതല്ലേ. ഇതുപോലെ കഥകൾ ഇറങ്ങുമ്പോൾ തന്നെ കോൺഗ്രസ് ശക്തമായ തീരുമാനം ഇനിയാണ് എടുക്കണം. കാരണം ഒരു ഘട്ടത്തിൽ ഇങ്ങനെയുള്ള അലിഗേഷൻ കോൺഗ്രസിന് ഈ ഘട്ടത്തിൽ ഗുണം ചെയ്യില്ല. ഇത് വരുന്നത് ഈ കോൺഗ്രസിന്റെ നേതാക്കൾ പിന്നെ വനിതാ നേതാക്കൾ ഉൾപ്പെടെ മെസ്സേജ് ഒന്നൊക്കെയാണ് അന്ന് വന്നത്. അന്ന് പല 18-നും 65-നും വയസ്സ് പ്രായമുള്ള എല്ലാവർക്കും ഇദ്ദേഹം മെസ്സേജ് എന്നൊക്കെ പറഞ്ഞ ആരോപണങ്ങൾ വളർത്തും. അതൊക്കെ ആരോപണങ്ങളാണ്, അതിലൊന്നും തെളിവൊന്നുമില്ല. പക്ഷേ കൃത്യമായി രാഹുലിന്റെ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെ ഒരു തെളിവ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ എന്താണ് ഇവർ വരുന്നത്, നേതൃത്വം എന്താണ് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണം പിന്നെ നോമിനേഷൻ പിൻവലിക്കുന്ന ഡേറ്റും കഴിഞ്ഞു, അന്തിമ സ്ഥാനാർത്ഥി പട്ടികയിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനൊരു പിന്നെ കുടുക്കിലേക്ക് പോകുന്നത്. ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ഇപ്പം പൊട്ടിമുളച്ചൊന്നല്ലോ, കാലം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കേസാണല്ലോ. നേരത്തെ വന്നതാണ്, തെരഞ്ഞെടുപ്പിന് മുന്നേ വന്നതാണ്, നടക്കുന്നതാണ്, പാർട്ടി നടപടി സ്വീകരിച്ചാണ്, അതിൻ്റെ തുടർ ഇതാണ് വരുന്നത്. അപ്പോഴും കോൺഗ്രസിൻ്റെ ഒരു മുഖമായിട്ട് പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മുൻ അധ്യക്ഷനാണ്, പാർട്ടിയിൽ പദവിയൊന്നുമില്ല. പക്ഷേ അദ്ദേഹമാണ് നയിക്കുന്ന നിലയിലേക്ക് വരുമ്പം ഈ എവിടത്തേക്കാണ് കോൺഗ്രസ് നേതൃത്വം പോകുന്നത്, അവർക്ക് ഹോൾഡ് എവിടെയാണെന്നില്ലാണ് മനസ്സിലായത്. അവർക്കിപ്പം ഒരു നിയന്ത്രണം ഇല്ലാത്ത അവസ്ഥയിലാണോ, അല്ലെങ്കിൽ ഇവരൊക്കെയാണോ ഇപ്പം പാർട്ടി നയിക്കുന്നത് അറിയേണ്ടി വരും. ഇതിൽ VD സതീശനും രാഹുലിന്റെ വിഷയത്തിൽ പിന്നെ എനിക്ക് തോന്നുന്നില്ല സംസ്ഥാന നേതൃത്വത്തിന് വലിയ പിടിയുണ്ടോ. കാരണം രാഹുലിനെ കയറൂരി വിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് ഇതിലൊരു വ്യക്തമായ ഒരു രണ്ടുപേർക്ക് ഈ കാര്യത്തിൽ വലിയ ധാരണയില്ല. അവർ ഒറ്റക്കെട്ടായിട്ട് തീരുമാനം എടുത്തെന്ന് പറയുമ്പോൾ പോലും പാർട്ടി ദേശീയ നേതൃത്വമായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ചർച്ചകളുണ്ടായിരുന്നൊക്കെ റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ആധികാരികതയില്ല, പക്ഷെ അങ്ങനെ റിപ്പോർട്ട് കണ്ടായിരുന്നു. അതെന്ത് തന്നെയാലും ഇപ്പോഴും ഈ ക്ലിപ്പ് വന്നതിന് ശേഷം സൈബർ അണികളുടെ ഒരു പിന്തുണ എടുക്കുമ്പോൾ രാഹുലിന് പിന്തുണ ലഭിക്കുന്നുണ്ട്. രാഹുലിനെ കാണുന്നുണ്ടല്ലോ, വേണമെങ്കിൽ പിണറായി പോലീസ് കേസെടുക്കട്ടെ മറവർക്ക് കൊണ്ടുപോകണം. അതാണ് പൊതുസമൂഹത്തിൽ ഇറങ്ങിയൊക്കെ ഇലക്ഷന്റെ പ്രചാരണത്തിന് ഭാഗമായിട്ട് നിൽക്കുക, ജനങ്ങളുമായിട്ട് നിൽക്കുക, പ്രവർത്തകരുമായിട്ട് നിൽക്കുക. പുള്ളി PR വർക്കാണ് നടത്തുന്നത്. അതായത് പോയ ഇമേജ് തിരിച്ചു പിടിച്ച് പഴയതുപോലെ നിലനിൽക്കാൻ നോക്കുക. രാഹുൽ ഇമേജ് തിരിച്ചു പിടിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഇമേജ് ഇവിടെ അത് മനസ്സിലാക്കാൻ നേതൃത്വം തയ്യാറായില്ലെങ്കിൽ വലിയ തകർച്ചയിലേക്ക് കോൺഗ്രസ് പോകുന്ന സംശയമൊന്നുമില്ല. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം, എല്ലാം ഇനി സമയത്തിൽ.